ഹലോ ചാക്കോ സാറേ, ഞാൻ സാറ് പറഞ്ഞ ഹോട്ടലിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ കടലിന്റെ അടി കൂടെ പോണ ടണലില്ലേ, അതിന്റെ കോൺട്രാക്ട് പണി ഞാൻ ഇങ്ങനെ എടുക്കുക. എന്റെ അളിയും കോൺട്രാക്ടർ അല്ലേ, സാറ് സപ്പോർട്ട് ചെയ്യണം. എന്താ സാറേ, കമ്മീഷനാ? സാറേ കമ്മീഷൻ എത്തിക്കാം, കൃത്യമായിട്ട് എത്തിക്കാന്ന്. ഓക്കെ ഓക്കെ. കമ്മീഷൻ എത്തിക്കണം പോലും. ഇരുന്ന ഇരിപ്പിൽ എഴുതിക്കണമെങ്കിൽ രണ്ടുപേരും സഹായിക്കുന്നു തന്നെ കമ്മീഷൻ ഉണ്ടാക്കാൻ പോണം. ഇവനൊക്കെ എന്തോന്നാണ് ഉദ്യോഗസ്ഥന്മാർ. അളിയാ, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടാളിയാ. എന്തിനാ എവിടെ പോണ്? സൈഡിൽ പണിക്കാരുണ്ട്. അളി എന്തോ തലേ കാണിക്കുന്നത്, എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാ ഞാൻ ഇത് സെറ്റപ്പ് ശരിയാവില്ല, നമ്മ റെഡി ആവില്ല. അളി ഇങ്ങോട്ട് വന്നാണ്. അല്ലെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഉദ്യോഗസ്ഥൻ വരുന്നു, 5 ചോദ്യം ചോദിക്കും, അപ്പൊ തന്നെ മറുപടി പറയണം, 2 പേപ്പറിൽ ഒപ്പിടണം, കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്യുന്നു. ഇതുപോലെയാണ് അളിയ പഞ്ചായത്തിൽ നിന്ന് ഒരു പണി പറഞ്ഞു തന്നെ എനിക്ക്. കലങ്ങ പണിയാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് അളിയ എന്തോ ഇത് 5 ചോദ്യം ചോദിക്കും, 3 ഒപ്പിടണോന്ന് പറഞ്ഞു. എന്നിട്ട് കലങ്ങിന്റെ പണി പിടിച്ചെന്നാ. അപ്പൊ 10 ചാക്ക് സിമന്റ്, 1 ലോഡ് മെറ്റലിന്റെ പണിയായിരുന്ന. ഇത് ഇറക്കിയിട്ട് അളിയ എന്തോ ചെയ്തേ? 9 ചാക്ക് സിമന്റ്, 1 ലോഡ് മെറ്റലും അളിയാൻ കൊണ്ടുപോയി. അവസാനം 1 ചാക്ക് സിമന്റ് എന്റെ കൊച്ചുങ്ങളെ കളിപ്പാട്ടം കൂടെ പൊടിച്ചിട്ടാണ് ഞാൻ അത് കോൺക്രീറ്റ് പരിപാടി. അല്ലെ അങ്ങനെ സംസാരിക്കരുത്. ഈ പഞ്ചായത്തിൽ എത്ര വികസനം ഞാൻ കൊണ്ടുവന്നിട്ട് അറിയാമോ? എന്താ പഞ്ചായത്തിന് വേണ്ടി എന്ത് ചെയ്ത? എന്നെ എന്തിനാണ്? അളിയാ, ഞാൻ ഒരു കാര്യം പറയാം. ഇനി അടുത്ത പദ്ധതി വരാൻ പോകും. എന്തോ ഓരോ വീട്ടിനും 20 കോഴികളെ വെച്ച് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ അളിയ, ഞാനും മക്കളും അവളും കൂടെ അടുത്ത ആഴ്ച അങ്ങ് വീട്ടിലോട്ടാണ് വരുന്നത് കേട്ടോ. എന്ത് വല്ല വിശേഷം വല്ലതും ഉണ്ടോ? ഇനിയിപ്പം ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അവിടെ ചിക്കൻ കറി ആയിരിക്കുമല്ലോ. അല്ലെ അങ്ങനെ കളിയാക്കല്ലേ. നമ്മളവിടുത്തെ പഞ്ചായത്ത് പോലെ അല്ലേ ഇവിടെ ഈ സ്ഥലം. നിമിഷങ്ങൾക്കകം വളരുന്ന മെട്രോപൊളപ്പൻ സിറ്റിയാണിത്. മെട്രോപൊളപ്പൻ സിറ്റിയാ? മെട്രോപൊളപ്പൻ സിറ്റിയാ അല്ല, മെട്രോ ഇങ്ങനെ സത്യം. കഴിഞ്ഞ ഗ്രാമസഭയ്ക്ക് ഞാൻ വരാത്ത കാര്യം എന്തോന്നാണ്? ചിലരുടെ വായിന്ന് ഇത്തരം വാക്കുകൾ വീഴും. എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രാമസഭയ്ക്ക് വരാത്ത. അല്ലെ, അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നത്. ബുദ്ധി ഇങ്ങനെ കടുകട്ടി വാക്കുകൾ വരുമ്പോഴത്തേക്ക് മാസ്ക് എടുത്ത് ഇട്ടേക്കണം, പിന്നെ മിണ്ടരുത് നമ്മള്. ഓ, അങ്ങനെ ഉണ്ട്. പിന്നെ അങ്ങനെ ഉണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മള് റജി കറിയ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചത് ഓൺ ടൈമിൽ എത്തിയല്ലേ? ഇല്ല, നമ്മൾ കറക്റ്റ് സമയത്തെത്തി. സാർ 5 മിനിറ്റ് താമസിച്ചു. ഫണ്ണി 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 ഫണ്ണി. ഓക്കെ, ഞാൻ ഫയലും കാര്യങ്ങളൊക്കെ നോക്കട്ടെ, നിങ്ങൾ നോക്കൂ എന്താന്ന് വെച്ചാ. അളിയാ, 1 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തോട്ട് പോകരുത്. അറിയാലോ, കലങ്ങിന്റെ പണിക്ക് അളിയ 1 ലക്ഷം രൂപ കാണിക്ക വഞ്ചി പൊട്ടിച്ച് ചില്ലറായിട്ട് എനിക്ക് തന്നു. 4 ബംഗാളികളെയാണ് പണിക്കിരുത്തി ഞാൻ അത് എണ്ണി എടുത്തത്. അറിയാലോ, അതുപോലെ ആവരുത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകരുത്. പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. അതിനുള്ള മതി എനിക്ക്, അതിനുള്ള മതി, പണി മതി. ഓക്കെ. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, യുവർ ഗുഡ് നെയിം പ്ലീസ്. സക്രിയ. സോമൻ അളിയ, സോമൻ. സാറ് പറഞ്ഞു കേട്ടില്ലേ, ഗുഡ് നെയിം, നല്ല പേര് വേണം. നമ്മുടെ കുടുംബത്തിൽ നല്ല പേര് ആർക്കെങ്കിലും ഉണ്ടാ? ഞാൻ ചോദിച്ചോട്ടെ, ഈ തന്നിരിക്കുന്ന ഫയലിനകത്ത് സോമൻ? സോമൻ നേരാണ് സാറേ, അത് റിക്കാർഡിക്കൽ നെയിമാണ് സോമൻ. അല്ല, നമുക്ക് ഇവിടെ റിക്കാർഡിക്കൽ നെയിമാണ് വേണ്ടത്. അതാണ് വേണ്ടത്. അപ്പൊ മിസ്റ്റർ സോമൻ അല്ലേ? മിസ്റ്റർ സോമൻ, നമ്മൾ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കടലിനടിയിലൂടെ നമ്മൾ നേരെ വൈപ്പിനിൽ നിന്നും നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ടണൽ അങ്ങ് പണിയുന്നു. അതിനുശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്നും കടലിനടിയിലൂടെ നമ്മൾ നേരെ വൈപ്പിനിലേക്ക് ഒരു ടണൽ അങ്ങ് പണിയുന്നു. ഈ നാടോടി നൃത്തം കാണാൻ എന്തിനാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്? അതിന്റെ ആവശ്യം എന്തോ? ഹലോ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഈ ടണലിന്റെ നമ്മൾ ഏകദേശം ഗവൺമെന്റ് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5000 കോടി രൂപയാണ്. ചെന്നൈയിൽ നിന്ന് ആള് വന്നു, മംഗലാപുരത്ത് നിന്ന് ആള് വന്നു, ഡൽഹിയിൽ നിന്ന് ആള് വന്നു. എന്നിട്ട് പോലും അവർക്കാർക്കും ആ ടെൻഡർ കിട്ടിയില്ല. പട്ടണക്കാട്ടിൽ നിന്ന് വന്ന ഈ നിൽക്കുന്ന സോമനാണ് ആ ടെൻഡർ കിട്ടിയത്. ഹാപ്പിയല്ലേ മിസ്റ്റർ സോമൻ? അല്ല, BP കുറഞ്ഞു. മിസ്റ്റർ സോമൻ ഒന്ന് എഴുതേക്കൂ. BP കുറഞ്ഞു പോയതോ? പേടിക്കേണ്ട കാര്യമില്ല. 6 മാസം നിങ്ങൾ ഇനി കടലിനടിയിലാണ്. BP കുറയുമല്ല, BP കയറും. ഉപ്പുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ BP സൂപ്പറായിട്ട് കയറും. ഒരു കുഴപ്പമില്ല മിസ്റ്റർ സോമൻ. 6 മാസം നിങ്ങൾ കടലിനടിയിലാണ്. 6 മാസം. ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ എണ്ണിയെടുക്കാൻ ഞാൻ പെട്ട പാട്. ആവശ്യമില്ലാത്ത പരിപാടിക്ക് കോൺട്രാക്ട് വേണ്ടേ? ഞാൻ പറഞ്ഞ 6 മാസത്തേക്കാണ് നിങ്ങൾ കടലിനടിയിലേക്ക് പോകുന്നത്. അല്ലെ, 6 മാസം ഞാൻ കടലിനടി. ശോഭയായിട്ട് വഴക്കിട്ട സമയത്ത് നീ വന്ന് അവന്റെ അടുത്ത് പറഞ്ഞ എന്തോയിരുന്നു? അല്ല, ഞാൻ ഓർമ്മയില്ല. എവനെ നിനക്ക് വേണ്ടെങ്കിൽ ശോഭ നീ അവനെ കടലിൽ കൊണ്ട് കളയെന്ന് പറഞ്ഞില്ലേ? അല്ല, അതല്ല, അത് മനസ്സിൽ വെച്ചോണ്ട് മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ്. പണി അളിയ ഞാൻ അങ്ങനെ ചെയ്യൂളിയാ? അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോളൂ സാറേ. ഈ 6 മാസം എന്റെ അളിയൻ കടലിൽ കിടക്കണം.
അപ്പൊ എന്റെ പെങ്ങക്ക് മക്കൾക്ക് കാണണമെങ്കിലേ ചൂണ്ടയിട്ട് എടുക്കണോ അതോ വലയിട്ട് എടുക്കണോ? അതെന്തൊരു വർത്താനമാണ് പറയണത്? അല്ല പിന്നെ അളിയനെ ഭയങ്കര ഫണ്ണിയാണല്ലേ? അല്ല ഞാൻ പറയട്ടെ, ഇത് സംഭവം വേറൊന്നുമല്ല. ഈ ടണല് നമ്മൾ നേരെ ഈ വൈപ്പിനിൽ നിന്ന് അങ്ങോട്ട് പണിയുന്നുണ്ടല്ലോ. അപ്പൊ ഒരു ടണൽ അടുത്ത ടണലുമായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ വേണ്ടത്. ഒരു ടണൽ അടുത്ത ടണലുമായിട്ട് ഫിറ്റ് ചെയ്യാം. അളിയനറിയാലോ, ചെടി നനയ്ക്കുമ്പോ പൈപ്പ് ഊരി പോയി കഴിഞ്ഞാൽ അതുപോലെ കണക്കി അറിഞ്ഞു. പൈസ കിട്ടുന്ന കേസാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സോമൻ, വളരെ വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഗവൺമെന്റിന്റെ വലിയൊരു പ്രോജക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ. അതായത് ഈ കടലിനടിയിൽ നിന്നും എത്ര മൈൽ? ഏകദേശം ഒരു 18 മൈലോളം വരും. മനസ്സിലായോ? ഈ മൈൽ എന്താണെന്ന് മനസ്സിലായോ? ഒരു മൈലിനെ മനസ്സിലായി, ബാക്കിയുള്ള മൈലിനെ ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. മിസ്റ്റർ സോമൻ, എനിക്ക് ഒരു സംശയമുണ്ട്. ചോദിക്കും. അതായത് ഞാൻ കടലിനടിയിൽ ഇങ്ങനെ താമസിക്കുമല്ലോ, 6 മാസം നിങ്ങൾ കടലിനടിയിലാണ്. അടിയിലാണ്. അതെ. അപ്പൊ സാർ എവിടെ ആയിരിക്കും? എനിക്കിവിടെ വേറെ ജോലിയില്ലേ, ഞാൻ ഇവിടെ ആയിരിക്കും. ആണല്ലേ? അപ്പൊ ഒരു സഹായം സാർ ചെയ്യൂ. എന്താണ് പറ? എന്റെ കൊച്ചിനെ അങ്കമാടിയിൽ നിന്ന് 3 മണിയാകുമ്പോ പോയി വിളിച്ചോണ്ട് വരും. അല്ല, ഞാനേ ഉള്ളു എന്റെ കൊച്ചിനെ വിളിച്ചോണ്ട് വരാനേ, വേറെ ആരും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെന്തിനു വർത്താനം പറയണം? ഞാൻ പോയി ഇങ്ങനെ കൊച്ചിനെ വിളിച്ചോണ്ട് വരാനായിട്ട്. കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എങ്ങനെയാണ് നിങ്ങളുടെ ഈ പ്ലാൻ? എന്താണത് പറ. പ്ലാൻ എന്ന് പറഞ്ഞാൽ കാര്യം മഴയും വെള്ളപ്പൊക്കമൊക്കെ അല്ലേ. ഒരു 150 രൂപ ഞാൻ ഇടാം, ബാക്കി സാറ് പോയി എടുത്തോണ്ട് ഒരു ചോരപ്പൂല്ലാതെ നിൽക്കും. എടാ, അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്? അതാണ് പറയേണ്ടത്. അല്ല, പദ്ധതി സാറ് അളിയും പറഞ്ഞതെന്നറിയാം. ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അളിയന്റെ സൈറ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. പണിക്കാരുണ്ട്. പണിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്തൊരു വർത്തമാനം! ഞാൻ അതല്ല പറഞ്ഞത്. ഈ പണിക്കാർ എത്ര പേരുണ്ട്? പണിക്കാര് നമുക്ക് മൊത്തം ഒരു 580 പേര് ആദ്യം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പൊ ഈ ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കുറച്ച് ആൾക്കാർ വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് പോയിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ കുറച്ച് പേരുണ്ട്. ഉള്ളതില് ബോലോറാം പണി കാണൂല്ലോ ചേട്ടാ. അയ്യോ, ബോലോറാം പണിക്ക് വേണം. ബോലോറാം ഇല്ല. അയ്യോ, നല്ലോണം പണിയുന്ന ബോലോറാമിനെ പണിക്ക് വേണോ? എന്ത് പണിയാണ്? ബോലോറാമിനെ എങ്ങനെ പണിക്ക് വെക്കോ? നല്ല പണിക്കൊന്നുമില്ല അളിയാ. 24 മണിക്കൂറും കുറ്റിപിടി വലിച്ച് കുത്തി ഇങ്ങനെ ഇരിക്കുന്നവരാണ്. ഈ കടലിന്റെ അടി പോയി കഴിഞ്ഞാൽ അവ എങ്ങനെ കുറ്റിപിടി വലിക്കും? കുറ്റിപിടി വലിക്കാൻ വേണ്ടി അത് നടക്കണ കാര്യമല്ല. ബോലോറാം കാണൂല, ബാക്കിയുള്ള പണിക്കാരുണ്ടാവും. ഞാൻ ചോദിച്ചിട്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിമാൻഡോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരു അവസരം മാത്രം സാർ തന്നാ. ഓക്കെ, പറയൂ. താവുക്ക് ഞാനൊരു സിമന്റ് ഇട്ട് കട്ട എടുത്ത് വെച്ച് കെട്ടിയ ശേഷം കടലിൽ പൊങ്ങി വന്നിട്ടേ ഈ ശ്വാസം എടുത്തിട്ട് മുങ്ങിപ്പോവാനുള്ള ഒരു അവസരം തന്നേക്കണം. അല്ലെ, അതിന് വേണ്ടി മറ്റേ ഓക്സിജൻ സിലിണ്ടർ അതിനെ മുഖത്ത് കെട്ടി തൂക്കി വിടും. അപ്പൊ കണക്കൂട്ടി നിൽക്കുമെന്ന എല്ലാം കൊണ്ട്. അപ്പൊ കണക്കൂട്ടി നിൽക്കുമെന്ന ശോഭനടുത്ത് പറഞ്ഞ വെറുതെ അല്ല. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ ഈ ടണൽ പണിയുന്നു. ഈ ടണലിനകത്തൂടെ നമ്മൾ അന്തർവാഹിനി പോകണം. അന്തർവാഹിനിയുടെ സ്കെച്ച് വരക്കണം. നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. കാരണം ഈ സ്കെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണം എനിക്ക് നിങ്ങളെ വേണോ അല്ലെങ്കിൽ വേറെ ആൾക്ക് ടെൻഡർ കൊടുക്കണമെന്ന് ഉറപ്പിക്കാൻ. സ്കെച്ച് കൊടുക്കൂ. പൈസ കിട്ടുന്ന കാര്യം കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വരയ്ക്കൂ. ഒരു സെക്കൻഡ് വരയ്ക്കൂ. ഹലോ, എൽ എന്ന വ്യക്തി എം എന്ന ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കുത്തിവെച്ച് മരുന്നെഴുതി. എനിക്ക് ഇതേ ഉള്ളൂ. എന്റെ ഇതേ ഉള്ളൂ. അളിയെ പിടിച്ചോ, ബാക്കി എന്താന്ന് വെച്ചാൽ. ഹലോ. ഇല്ല, നമ്മൾ ഏകദേശം ടെൻഡറിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് ഒരുപാട്. നോ പ്രോബ്ലം. നമുക്ക് കിട്ടിയിരിക്കുന്ന ആള് പട്ടണക്കാട്ട് തോന്നുന്നു മിസ്റ്റർ സോമൻ. ആർക്കും ഇല്ലാത്ത കഴിവാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അന്തർവാഹിനിയുടെ ചിത്രം മിസ്റ്റർ സോമൻ. ഞാൻ പറഞ്ഞ ഞാൻ അയാളോടാണ് സംസാരിക്കുന്നത്. എന്താണിത്? അല്ല, ഞാനേ ഒന്നാമത് സോമൻ പെട്ടെന്നുള്ളൊരു അളിയന്റെ തീരുമാനം. ഡൽഹിയിൽ നിന്ന് ആള് വന്നു. കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടിയുള്ള ജീവിതങ്ങളായിരുന്നു. ബോംബെയിൽ നിന്ന് ആള് വന്നു. അധികം വിദ്യാഭ്യാസം ഉള്ള ഒരു സ്ഥലത്ത് നിന്നല്ല ഞാൻ വരുന്നത്. ചെന്നൈയിൽ നിന്ന് ആള് വന്നു.
പിടികിട്ടാത്ത ഒരു അവർക്കൊന്നും പറ്റാത്ത ഈ അന്തർവാഹിനിയുടെ ഇത്രയും ഡെവലപ്ഡ് വേർഷൻ എങ്ങനെ വരയ്ക്കാൻ സാധിച്ചു? മിസ്റ്റർ സോമൻ, you are unbelievable. വിശ്വസിക്കാൻ പറ്റുന്നില്ല. Oh my God. ഉപ്പിട്ടെടുത്ത് ഇത്രയും മനോഹരമായൊരു സ്ട്രക്ചർ എന്റെ ഈ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ട് കാണുവാൻ. അപ്പൊ എങ്ങനെയാ സാറേ കാര്യങ്ങൾ? അന്തർവാഹിനിയുടെ അകത്തുകൂടെ കറക്റ്റ് ആയി പോകാൻ, ആ വെള്ളത്തിന്റെ ഫ്ലോയിലൂടെ പോകാൻ കറക്റ്റ് ഈ ഷേപ്പിൽ നിങ്ങൾ അത് വരച്ച് അതിൽ നിന്നും ഓക്സിജൻ കറക്റ്റ് ആയിട്ട് അകത്തോട്ട് പോയി ഈ പോയിന്റിൽ വന്ന് കറക്റ്റ് ആയി പുറത്തോട്ട് പോകാൻ നിങ്ങൾ വാൽവിട്ടു. കുത്തിവെച്ച് മരുന്നെഴുതിയില്ലായിരുന്നെങ്കിൽ എന്തോ ചെയ്യുമായിരുന്നു. വിദേശികൾ വരുമ്പോൾ ഞെട്ടുന്ന ഒരു പ്രോജക്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ ചെയ്യാം, ഒപ്പിടാം. ഈ ടെൻഡറിലേക്ക് നമുക്ക് ഒപ്പിടാം. കമോൺ, ഈ ടെൻഡറിലേക്ക് ഒപ്പിടും. ഒപ്പിടും. കമോൺ, ഒപ്പിടും. ഉപ്പ് വിടൂ, ടെൻഡറിൽ ഒപ്പിടും. മോനെ കാരണവന്മാരെ ഭഗവതി. മൈ ഗോഡ്. $5000 കോടിയുടെ പ്രോജക്ട് റെയിൽവേ ഗേറ്റ് ആണോ ഒപ്പായിട്ട് വരച്ചു നോക്കട്ടെ? ഞാൻ ആര് ചോദിച്ചാലും അതേ ഇടുള്ളൂ. എന്റെ സുഹൃത്തെ, നിങ്ങളുടെ ഒപ്പാണോ വേണ്ടത്? 5000 കോടിയുടെ പ്രോജക്ട് കിട്ടുന്ന ആർക്കാണ്? ആർക്കാ? ഇദ്ദേഹത്തിനാണ്. അളിയനെ. അല്ലല്ല, നോ മിസ്റ്റർ സോമൻ, നിങ്ങൾ അല്ല അത് വിഷയമില്ല. അളിയനും ഞാനും അല്ല സോമൻ, ഒരു കാര്യം മനസ്സിലാക്കണം. സോമനാണ് ഇതിനകത്ത് ഒപ്പിടേണ്ടത്. സാറേ, ഈ നിൽക്കുന്ന അളിയൻ എന്ന് പറഞ്ഞ ആരാ? അളിയന്റെ പെങ്ങളെ ഞാൻ കിട്ടിയേക്കുന്നത്. നമ്മൾ ഒപ്പിട്ട ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന് എനിക്ക് കൊടുക്കേണ്ടതാണ്. അല്ല, അങ്ങനെ പിടിവാശി എഞ്ചിനീയർ നിങ്ങളാണ്. അല്ല, അളിയിട്ടോട് അറിയാം. യു ആർ ദ എഞ്ചിനീയർ. അല്ല, ഞാൻ ഇടേണ്ട കാര്യമുണ്ട്. നോ 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 സോമ, നിങ്ങൾ മടിച്ചു നിൽക്കാതെ പേരിടും. ഇതിനാണല്ലേ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്? അല്ല, അത് മതി. സത്യം പറയല്ലോ. അതെ, കൺഗ്രാചുലേഷൻസ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കൺഗ്രാചുലേഷൻ. താങ്ക് യു. ചോദിക്കുന്നതുകൊണ്ട് തോന്നിക്കരുത്. അടിക്കൂ. ഇത് ക്ഷണനോണ അതോ പരീക്ഷണമാണോ? അത് അങ്ങനെ ചോദിച്ചത്. അല്ല, സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ടെൻഡറൊക്കെ റെഡിയായി തന്ന ശേഷം നമ്മൾ അടിച്ച് ഓഫായോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സറിയാൻ വേണ്ടിട്ടേ ഇങ്ങനെ മദ്യത്തിന്റെ പരിപാടി ചെയ്യും. അപ്പൊ അതാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കഴിക്കൂല. അതേസമയം ക്ഷണനമാണെങ്കിൽ രണ്ടുപേരും നല്ലതുപോലെ കീച്ചു. എന്റെ സോമൻ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഗവൺമെന്റിന് നിങ്ങൾ തന്നു. ഇതൊരു ക്ഷണം തന്നെയാണ്. ഞാൻ ഈ നിങ്ങൾക്ക് തരാൻ പോകുന്ന മദ്യം നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാണ്. നമ്മുടെ ശരീരത്തിലെ ഡിപ്രഷൻ മാറുന്ന ഒരു ഐറ്റം. അതായത് ഇതിന് പറയുന്ന പേര് ക്യാമലാച്ചി എന്നാണ്. കമലാച്ചി അല്ല, ക്യാമലാച്ചി. അതായത് നമ്മുടെ മരുഭൂമിയിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒട്ടകത്തിന്റെ മസ്തകത്തിൽ കയറി നിക്കിളിയിടും. എന്താണ് കാര്യമെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് മനസ്സിലായോ? ചെറിയ കടിയൊന്നും അല്ല. അതായത് നമ്മൾ ഈ ഒട്ടകത്തിനെ അങ്ങ് ഈക്കിളിയിട്ട് കഴിയുമ്പോ ഈ ഒട്ടകത്തിന്റെ മനസ്സിൽ, ശരീരത്തില് ഹാപ്പിനെസിന്റെ ഒരു ഹോർമോൺ ഉണ്ടാകും. ഈ ഹോർമോൺ നമ്മൾ സിറിഞ്ച് വഴി കുത്തിയെടുത്തിട്ട് അത് കലത്തിനകത്താക്കി അതിട്ട് വാറ്റിയെടുക്കുന്ന സാധനമാണ് നിങ്ങൾക്ക് തരുന്നത്. അടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇത് കേട്ടപ്പോ തന്നെ ഒരുവിധം പിടുത്തമുണ്ട്. അപ്പൊ അതാണ് എനിക്ക് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ എങ്ങനെയാണ് ഇത് നമ്മൾ സോമൻ ഈ വർക്കും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും അറിയാം? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൊച്ചി എയർപോർട്ട് കൊച്ചി എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഓ മൈ ഗോഡ്. കൊച്ചി എയർപോർട്ടിൽ എന്ത് വർക്കാണ് ചെയ്തത്? എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു തട്ടുകടയുണ്ട്. അവിടെ കോൺക്രീറ്റ് ഇട്ടത് അളിയനാണ്. 4 ചാക്കിന്റെ കുഴയായിരുന്നു. ചൊവ്വലിന് കുത്തി നേരത്തെ അടിച്ചു കൊടുക്കല്ലോ. ഒരു വിഷയമില്ല. ഞാനും പോലോറാം കൂടെ കയറി 1 മണിക്കൂർ തകീച്ച്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ ഈ കടൽ വെള്ളം നമ്മൾ തടകെട്ടി നിർത്തിയിട്ടാണല്ലോ ഈ ടണൽ പണിയുന്നത്. അപ്പൊ ഈ വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെള്ളം കെട്ടി നിർത്തുള്ള പരിപാടി വേറൊന്നുമില്ല. അളിയൻ എന്റെ പെങ്ങളെയും കെട്ടിക്കൊണ്ട് വരുന്ന ദിവസം ഭയങ്കര മഴ. അയൽവക്കാരും ഞങ്ങളോട് ഭയങ്കര വഴക്ക്. തലയെ കെട്ടി വെച്ച് കൊടുത്തേ. അല്ല, അതിനല്ല, ഈ മഴവെള്ളം ഒലിച്ച് ഇവരെ മുറ്റത്തോട്ട് പോകണം. തന്നെ അന്നത്തെ ദിവസം ആളെ ഈ വഴക്കിട്ട് നിർത്ത്, നിങ്ങൾ വഴക്കൊന്നും കൂടണ്ട, പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം. കട്ടയി മുണ്ടും മടക്കി കൂട്ടി അങ്ങ് പോയി. ഒരു വണ്ടി നിറച്ച് 50 പാവുക്കും മേടിച്ചുകൊണ്ട് കെട്ടി അതങ്ങ് തടഞ്ഞങ്ങ് നിർത്തി. അതാണ് ഈ വീടിന്റെ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്ന തടയുന്ന കടലിനകത്ത് കൊണ്ട് ഇത് കെട്ടുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തോ ഇതാണോ പറഞ്ഞത്? പിന്നെ ഈ കടലിനടിയിൽ ടണൽ പണിയുന്ന സ്ഥലത്ത് ഈ വെള്ളം കെട്ടിയിരുന്ന ഈ കഥയാണോ പറഞ്ഞത്? പിന്നെ വെള്ളമല്ലേ അതൊന്നും. അതെ, ഒരു 5 HP പമ്പ് എടുക്കാൻ പറ്റും നമുക്ക്? ഒരു 5 എണ്ണം നേരത്തെ അങ്ങ് വെക്കാൻ. 5 HP പമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവരാം, കുഴപ്പമില്ല. അത് എത്തിക്ക് സാർ, ഞാൻ ക്ലിയർ ചെയ്ത്. അല്ല, അത് എത്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. 5 പമ്പ് കടലിന്റെ കരയിൽ നേരത്തെ അങ്ങ് വെക്കുന്നു. കടലിലെ വെള്ളം നമ്മൾ അടിച്ച് കരയെ കയറ്റുന്നു. എന്നിട്ട് ഒരു 4 ചാക്ക് ഷവലിന് കുത്തി സിമന്റ് അങ്ങ് ഇടുന്നു. പക്ഷെ ഒരു സ്റ്റെപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ.
ഈ കരയെ കിടക്കുന്ന മതമാരും സായിപ്പന്മാരും ഇല്ലേ, അവരുടെ പൊസിഷൻ ഒന്ന് മാറും, അവരങ്ങോട്ടും വെള്ളം ഇങ്ങോട്ടും ആവും. ഇതെന്തൊരു വർത്തമാനമാണ് പറയണത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പദ്ധതി തന്നെ ഞാനിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് വിദേശികളെ ആകർഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. നമ്മുടെ വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മൾ ആ ടണൽ പാതയിലൂടെ അന്തർപാതയിലൂടെ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് വലുതാണ്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ഒരു സ്പാ, വിദേശികൾക്ക് ഒരു സ്പാ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തോ സാറേ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയൂ സാറേ. വിദേശികൾ വരുമ്പോ നമ്മൾ പായിട്ട് കൊടുക്കണുണ്ട്, ഒരു കട്ടിലെങ്കിലും കൊടുക്കണ്ടേ, ഒരു ദിവാകട്ടെങ്കിലും കൊടുക്കണ്ടേ? എന്ത് വിവരം കെട്ട വർത്താനമാണ്. വിവരമില്ലായ്മ, സംസാരിക്കാനുള്ള ബോധമില്ല. വിവരം സത്യം പറയാലോ സാർ, വിവരമില്ലായ്മയും ഈ പിച്ചത്തരവും പുള്ളിക്ക് ഉണ്ടെന്ന്. ഒരുപാട് എച്ചിത്തരം ഉണ്ടെന്ന്. എന്തോ എച്ചിത്തരം? ഒരു ദിവസം താട്ടെ പാൽപ്പൊടി എന്നും പറഞ്ഞു ഉറുമ്പൊടി എടുത്ത് തിന്നു. പറയട്ടെ ഞാൻ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. എന്നിട്ട് പൈസ ലാഭിക്കാൻ വേണ്ടി ഉറുമ്പിന്റെ കൂട്ടിൽ വീഡിയോ വലിച്ചു പോയി കുത്തിയിരുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല പിന്നെ ക്യാമലാച്ചി, അത് ഞാൻ റൂമിൽ എത്തിക്കുക, അതായിരിക്കും തന്നെ. അപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അതായത് നമ്മുടെ ഈ പിന്നെ ഡോക്യുമെന്റേഷൻ ചാർജ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഏകദേശം ഒരു 1 lakh rupees ആകുമെന്ന് പറഞ്ഞില്ലായിരുന്നു? ആ 1 lakh rupees ഇതേക്കും. 1 lakh rupees അതെല്ലാം സാറ് പറഞ്ഞു. ഓക്കെ, ചാക്കോ സാർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോ സന്തോഷമായിട്ട് ഇരിക്ക്. തിങ്കളാഴ്ച രാവിലെ 5000 കോടിയാണ് നിങ്ങളുടെ അക്കൗണ്ട്. 5000 കോടി. 5000 കോടി തിങ്കളാഴ്ച രാവിലെ. ഓക്കെ, ബൈ. ഒന്നുമില്ല, എന്റെ അളിയനൊന്നുമില്ല. എന്തോ കടലിൽ അടി കൂടെ തേങ്ങ വരാൻ പോകും. ഇവനെന്ന് തലക്കോളമില്ല. ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പ വരും എവിടുന്നെങ്കിലും കുറച്ച് പൈസയായിട്ട്. അവന്റെ ഭാര്യയുടെ കെട്ടുതാലി അങ്ങോട്ട് വിറ്റ പൈസ എന്നെ കൊണ്ട് തന്നിരിക്കുന്നത്. ഏത് കടലി, ഏത് ടടലി, ഏത് അന്തർവാകിനി, എലിയുടെ മരം വെച്ചാൽ എനിക്ക് അറിയത്തില്ലെന്നോ. എന്താ പറഞ്ഞ ദിവസം രാവിലെ തന്നെ അക്കൗണ്ടിൽ പൈസ കയറുമല്ലോ അല്ലേ? ദൈവമേ, വെളുപ്പിന് 5 മണിക്ക് മുമ്പോട്ട് വന്നേക്ക്. എങ്ങനെ ഇരിക്കണം എന്റെ ദൈവമേ. ഹലോ, ചൊവ്വയിൽ സ്ഥലം കൊടുക്കാനുണ്ടോ? 20,000 ഏക്കർ സ്ഥലം കൊടുക്കാനുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന ചൊവ്വാഴ്ച രാവിലെ കോഴിക്കോട് മഹാറാണി ഹോട്ടലിലേക്ക് വരിക. പിന്നെ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് 1 ലക്ഷം രൂപ എടുക്കാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.